ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ കളിക്കാൻ പോണത് ഇന്ത്യൻ തെഫ്റ്റ് ആട്ടമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുക ഗെയിം. നമ്മൾ ഇത്ര കാലം ഇടക്കിടക്ക് ഇതിൻ്റെ ഒരു സീരീസ് ഒക്കെ നമ്മൾ ഇടാറുണ്ട്. അപ്പോൾ ഇതിൽ പുതിയ അപ്ഡേറ്റ് വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇന്നലെയാണ് ഞാൻ അതറിഞ്ഞത്. ഇന്നലെ നമ്മളെ ഒരു സബ്സ്ക്രൈബർ വന്നിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ബ്രോയാണ് കമൻറ്റ് ഇട്ടത് ന്യൂ അപ്ഡേറ്റ് അങ്ങനെ ആൾ പറഞ്ഞപ്പോഴാണ് ഞാൻ നോക്കണത്. പ്ലേ സ്റ്റോർ എടുത്ത് നോക്കിയപ്പോൾ ഇതിനൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്ഡേറ്റ് അന്ന് കയറിയപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ വീടിൻ്റെ ഒക്കെ അവസ്ഥ. എനിക്ക് തോന്നുന്നത് സെക്കൻഡ് ഫ്ലോർ ആണെന്ന് തോന്നുന്നത്. അടിയിലോട്ടൊരു സ്റ്റെയർ കേസൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് വാർഡ്രോബിൽ നിന്നുണ്ട് തുടങ്ങാം. ഇവിടെ എന്തൊക്കെ പുതിയ ഡ്രസ്സുകളൊക്കെ ആഡായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ക്ലോത്തിങ് ഹെയറിൽ എന്തെങ്കിലും ഉണ്ടാണാവോ? ഹെയറിലൊന്നുമില്ല. ഇവിടെ ഷർട്ടിലും പാൻറ്റിലും ആണെന്നാണ് പറഞ്ഞത്. ഒക്കെ ഇവിടെ ലാസ്റ്റ് കിടക്കുന്ന ഈ 4 എണ്ണമാണ്. ഒരെണ്ണം നമ്മൾ ഇട്ടിട്ടുണ്ട് ഹുഡ് പോലത്തെ. പിന്നെ ഒരു ഷർട്ട്, ഇത് ബട്ടൺസ് ഒക്കെ ഊരിയിട്ടുള്ള ഷർട്ട്, 6 പാക്കൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഒരെണ്ണം ബനിയന് പോലത്തെ. പിന്നെ രണ്ടാമത്തേതും അത് തന്നെ. നമുക്ക് തൽക്കാലം ഈ ഹുഡ് തന്നെ ഇടാം. പിന്നെ ഫാൻറ്റിലും എന്തോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇത് 2 ട്രൗസർ വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഈ ഒരു ഫാൻറ്റും കൂടി വന്നിട്ടുണ്ട്. ഇതാണ് ഞാൻ ഇട്ടത്. ഓക്കെ, ഇത് കുഴപ്പമില്ല. എന്തായാലും നിങ്ങൾ തന്നെ അഞ്ഞ് നോക്കി വെക്ക്. ഞാൻ അധികം പറഞ്ഞില്ല, എനിക്കൊന്നും ആക്കുന്നില്ല. പിന്നെ ഒരു TV ഉണ്ട്. TV നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഫോണിൽ കൂടെ കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് TV ഓരോന്നൊക്കെ വീഡിയോസൊക്കെ സെലക്ട് ചെയ്ത് വെക്കാം. അവിടെ ഏതുകൊണ്ട് റൂം കാണുന്നുണ്ട്. നമുക്ക് അന്ന് അത് കയറി നോക്കി വെക്കാം. അതെന്താ ഗെയിമിങ് റൂമാണ്. എന്തോ വാൾപേപ്പറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഒരു ഡൈനോസറിൻ്റെ തലയും പിന്നെ ഒരു ജോയിസ്റ്റിക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. കണ്ട ഫോട്ടോക്ക് തീരെ ക്വാളിറ്റി ഇല്ല കേട്ടോ. നമ്മൾ കടന്നിട്ടുണ്ട്. ജിമ്മ് സെറ്റപ്പാണില്ലേ. ഞാൻ വിചാരിച്ച പോലെ ഗെയിമിങ്ങിൻ്റെ സെറ്റപ്പാന്ന്. വെറുതെ കൊതിപ്പിച്ച് കളഞ്ഞി. ഇവിടെ 3 മോണിറ്റർ ഇരിക്കുന്നുണ്ട്. അത് ശരി, PC സെറ്റപ്പൊക്കെ ഉണ്ട്. ഇവിടെ ഒരു കീബോർഡൊക്കെ ഇരിക്കുന്നുണ്ട്. 3 മോണിറ്ററൊക്കെ വാങ്ങിച്ചിട്ട് ഇജ്ജാതി ദരിദ്രവാസിയുടെ കീബോർഡൊക്കെ കാണില്ല. ഇത്തിരി കൂടി സെറ്റപ്പ് ആക്കണ്ടവനക്കൊക്കെ. എന്തായാലും ആവട്ടെ. ഇവിടെ ഒരു ഗെയിമിംഗ് ചെയർ ഉണ്ട്. ഇത് ഗെയിമിംഗ് ചെയർ അല്ല, ഓഫീസ് ചെയറാണ് ഗൈസ്. ഇജ്ജാതി ദരിദ്രമാണ്. 3 മോണിറ്റർ വാങ്ങിച്ചാൽ തന്നെ ക്യാഷൊക്കെ തീർന്നുണ്ടാവും. ഓക്കെ, പിന്നെ ഒരു സംഭവം കൂടി വന്നിട്ടുണ്ട്. ഞാൻ വാർഡ്രോബിൽ കാണിക്കാൻ മറന്നു. നമ്മൾ ഇട്ടായിരിക്കണ ഈ മാസ്ക് പോലത്തെ സംഭവം കൂടി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ മറന്ന് കാണിക്കാൻ. അപ്പോൾ നിങ്ങളെന്തായാലും കയറി നോക്ക്. ബണ്ടനാന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ പേര്. എന്താ ഞാൻ ഓർമ്മയില്ല, ശ്രദ്ധിച്ചിട്ടില്ല. ഇനിയിപ്പോൾ അങ്ങോട്ട് പോയിട്ട് വീഡിയോയുടെ ലെങ്ത്ത് കൂട്ട് എനിക്ക് വയ്യ ഗൈസ്. ഓക്കെ, ഇവിടെ ഞാൻ പറഞ്ഞില്ലേ സെക്കൻഡ് ഫ്ലോർ ആണ്. ഇവിടെ അടിയിലോട്ട് ഒരു സ്റ്റെയർ കേസൊക്കെ ഉണ്ട്. ഇതെന്താണ്, എന്തൊക്കെ ആവുന്നുണ്ട്. വീടിന് വേറെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഇവിടെ കിച്ചൺ ഉണ്ട്. പിന്നെ ഇതിനുള്ളിൽ വല്ല മാറ്റങ്ങളൊന്നുമില്ല. കണ്ടത് റൂം, സാധാരണ റൂം, നമ്മൾ ആദ്യത്തെ റൂമാണ്. നമുക്ക് ഗാരേജിലോട്ട് പോയേക്കാം. ഇതിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടാണാവോ? ഓക്കെ, ഇതിനുള്ളിൽ ഒന്നുമില്ലല്ലോ, കാലിയല്ല. ഇതിൽ ഏതെങ്കിലും ഒരു വണ്ടി എടുത്തിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പോവാ. എടാ, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയതെന്താ ഇവിടെ? ഇവിടെ നോക്കിയേ, ബാസ്കറ്റ് ബോളൊക്കെ ഉണ്ട് ഗൈസ്. ഇവിടെ ബാസ്കറ്റ് ബോൾ കോർട്ടൊക്കെ ഉണ്ട്. ഏതാ മേലോട്ട് ഇവിടുന്ന് ഒരു സ്റ്റെപ്പ് പോകുന്നുണ്ടല്ലോ. ഇതെന്താ? ഇവിടെ എന്താണ് ഇത്? ബാൽക്കണി പോലത്തെ സെറ്റപ്പ് തോന്നുന്നു. ഇവിടെ ഒരു റൂമുണ്ട് വേറെ. ഇവിടെ റൂമൊന്നുമില്ല കേട്ടോ. ഇത് മറ്റേ ജിമ്മിൻ്റെ സെറ്റപ്പ് ഉള്ള ആ ഒരു ഇതാണ്. നമുക്ക് ഇതിനായിട്ട് മേലക്ക് ഇഞ്ഞുകൊണ്ട് തോന്നുന്നു. ഇതിൻ്റെ മേലക്ക് ഇതിൻ്റെ മേലക്ക് ഇഞ്ഞുണ്ട്. ഇത് വീട് മൊത്തത്തിലാണ്ട് മാറി. അതൊക്കെ തന്നെ ഉള്ളു. ഇവിടെ ഒരു ഹെലികോപ്റ്റർ കിടക്കുന്നുണ്ട്. നമുക്ക് ആ ഹെലികോപ്റ്റർ എടുത്തിട്ട് പോയേക്കാം. ഇവിടെ ഹെലികോപ്റ്ററിൻ്റെ അവിടേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇനി ഹെലികോപ്റ്റർ ഒന്ന് കയറി ഓടിച്ചു നോക്കാം. ഹെലികോപ്റ്റർ ഓക്കെ. ഇത് ആകെ ക്യാമറ ഒന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇതന്നെയുള്ളൂ. ഹെലികോപ്റ്റർ സീൻ തന്നെ കേട്ടോ. എന്തായാലും ഇതിൽ ഞാൻ പോണില്ല ഗൈസ്. എനിക്ക് വയ്യ ഇതിന് കൺട്രോളൊന്നും ഇതാക്കി പോവാൻ. എന്തായാലും ഇവിടെ ഇരിക്കട്ടെ. ഞാൻ കാർ എടുത്ത് പോയിട്ട് ജംഗിളൊക്കെ വന്നെന്ന് പറയുന്നുണ്ട്. നമുക്ക് ജംഗിളിലേക്കൊന്ന് പോയേക്കാം. നമുക്ക് ഞാൻ വണ്ടി എടുത്തിട്ട് നേരെ ജംഗിളിലോട്ടൊന്ന് പോയി നോക്കിയേക്കാം. അവിടെ സിംഹമൊക്കെ വന്നെന്ന് പറയുന്നുണ്ട് ഗൈസ്. ഇതാണ് ആ ജംഗിള്. ഇവിടെ സിംഹം എവിടെ? സിംഹത്തിനെ കാണുന്നില്ല ഗൈസ്. സിംഹത്തിനെ കാണാനാണ് നമ്മൾ ജംഗിളിലോട്ട് വന്നത്. വണ്ടി ഒന്ന് ജസ്റ്റ് ഇടിച്ചിട്ടുണ്ട്. എവിടെ ഗൈസ്? സിംഹത്തിനെ കാണാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. സിംഹത്തിനെ രണ്ടിട്ട് പൊട്ടിക്കണം ഗൈസ്. അല്ലേ നമ്മളോടെ കളി ഗൈസ്. നമ്മൾ സിംഹത്തിനെ അങ്ങനെ കണ്ടിട്ടുണ്ട് ഗൈസ്. ഇതാണ് ഗൈസ് നമ്മളെ സിംഹം. ഇതിനടിച്ചെന്തെങ്കിലും പറ്റണാവോ? ഇത് നമ്മൾ അറ്റാക്ക് ചെയ്യൊന്നുമില്ല കേട്ടോ. പക്ഷെ നമ്മൾ വണ്ടിമെന്ന് ഇറങ്ങിയ അങ്ങനത്തെ ഒരു സാധനമാണ് ഗൈസ് ഈ സാധനം. അതുകൊണ്ട് നമുക്കിപ്പോൾ റിസ്ക് എടുക്കണ്ട ഗൈസ്. ഇതിൽ ഇൻഫിനിറ്റി ഹെൽത്തിൻ്റെ നമ്പറൊന്നും എനിക്കറിയില്ല. കണ്ടോ, സിംഹം അലറുന്നുണ്ട്. ഇതിനെ കൊല്ലാനൊന്നും പറ്റില്ല ഗൈസ്. ഇതിനെ കൊല്ലാനൊന്നും പറ്റില്ല. അപ്പോൾ കുറേ നോക്കി കൊല്ലാനൊന്നും പറ്റുന്നില്ല. എന്നാലും ഞാൻ ഇതിൻ്റെ പാട്ടിന് പോട്ടെ. നമുക്ക് ഇവിടെ ഒരു അബോണ്ടഡ് ഹൗസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്.
ഈ ഇപ്പുറത്തെ ഒരു വലിയൊരു ജംഗിളുണ്ട്, അവിടെയാണ് ഈ അബോണ്ടഡ് ഹൗസ് കിടക്കുന്നത്. നമുക്ക് അപ്പുറത്തെ ജംഗിളിലൊന്ന് പോയിട്ട് തപ്പി വെക്കാം. ഗൈസ് ഇതാണ് ആ ഹൗസ്. ഞാൻ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇത് സത്യമാണ്, എനിക്ക് ഈ വീട് കാണുമ്പോൾ പേടിയാവുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലൊന്നും കയറാൻ തോന്നണില്ല. എന്നാലേ നമ്മൾ കയറും ഗൈസ്, അതൊക്കെ അത്ര ഉള്ളൂ. നമ്മൾക്ക് പേടിയൊന്നുമില്ല. ആരെ പേടി? ഇതിനുള്ളിലെങ്ങാനും ഞാൻ സിംഹം ഉണ്ടാവുമോ? കണ്ട, അതൊരു അബോണ്ടഡ് ഹൗസ് പോലെ തന്നെ ഉണ്ട്. സത്യമായിട്ട് ഇത് കാണുമ്പോൾ പേടിയാവുന്നുണ്ട്. കണ്ടോ, ഒരാളനക്കില്ലാത്ത സ്ഥലത്താണ് ഗൈസ് ഈ ഒരു ഇത് കിടക്കുന്നത്. ഇത് അപ്പുറത്തെ സിംഹമോ ഗൈസ്? അപ്പുറത്തെ ഒരു സിംഹം കണ്ടിട്ടാ. കണ്ടാൽ പിന്നെ നമ്മുടെ അടുത്തേക്ക് വരും. ഇതിനുള്ളിൽ കയറി നോക്കാം നമുക്ക്. ഇതിനുള്ളിൽ എന്തേലും ഉണ്ടാണാവോ? ഒക്കെ പേടിയാവുന്നുണ്ട് ഗൈസ്. എടാ സിംഹം കണ്ട സിംഹം കരയുന്ന സൗണ്ട് എനിക്ക് നല്ലോണം കേൾക്കാനുണ്ട്. ഇതിനുള്ളിലൊന്നും ഇല്ല ഗൈസ്, ഇതിനുള്ളിലൊന്നും കാണാനൊന്നുമില്ല. സിംഹമൊന്നും ഇതിനുള്ളിൽ ഉണ്ടാവില്ല. എങ്ങനെ ഇപ്പോൾ സിംഹം ഇതിനുള്ളിൽ ഉണ്ടാവാം? നമുക്ക് മേലേം കൂടി ഒന്ന് കയറി നോക്കാം. മേലെ ഒന്നും ഇല്ല ഗൈസ്. വലിയ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഡോർ തുറക്കാൻ പറ്റുമോ? ഇല്ല ഗൈസ്, ഇതൊന്നും തുറക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. ഇവിടെ എന്തെങ്കിലും ഉണ്ടാണാവോ ഗൈസ്? ഇവിടെ ഒന്നും ഇല്ല. അപ്പം ഈ വീട്ടിലാരും ഇല്ല കേട്ടാ. വെറുതെ വെച്ചിട്ടുള്ള വീടാന്ന് തോന്നുന്നു. എന്നാലും കാണുമ്പോൾ പേടിയാവുന്നുണ്ട്. ഞാൻ അങ്ങനെ പേടിച്ച് പോയി എന്തെങ്കിലും ജംസ്കെയർ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടായിരുന്നു. പക്ഷെ ഇതിനുള്ളൊന്നും ഇല്ല ഗൈസ്. നമുക്ക് ഇനി തിരിച്ചു പോവാം. ഇനി അധികം നേരം ഇവിടെ നിൽക്കണ സേഫ് അല്ല ഗൈസ്. സിംഹമൊക്കെ കണ്ടിട്ടുണ്ട് നമ്മളെ. ഓടിക്കോ വണ്ടി കയറിയിട്ട്. ഗൈസ് നമ്മളങ്ങനെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഇതുള്ള നമ്മളെ ഈ ഒരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ. ഇതിൽ വേറെ അപ്ഡേറ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ചെറിയൊരു അപ്ഡേറ്റ് തന്നെയാണ് തോന്നുന്നത് ഇതിൽ വന്നത് കേട്ടോ. അപ്പം എന്തായാലും ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം എന്തായാലും അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ വീണ്ടും വരാം. അപ്പം എന്നാൽ ബൈ ഗൈസ്.